ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂള് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്തെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൽ ഒരു മെത്തേഡാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് നോക്കാം. പിന്നീട് നമുക്ക് എങ്ങനെയാണ് അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള ട്രാൻസ്ഫോംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് രണ്ടും ഡിഫറൻഷിയേഷൻ ആണ് എങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ f(x)=x² എന്നുള്ളൊരു ഫംഗ്ഷൻ എടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതൊരു x² എന്നുള്ള ആ ക്വാഡ്രാറ്റിക് ഫംഗ്ഷനെ ഒരു ലീനിയർ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ x² dx എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് x³/3+c എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനെ നമ്മൾ ഒരു ക്യൂബിക് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ട്രാൻസ്ഫോംസ് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ഇവിടെ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോംസ് ആണ്, ഇൻ്റഗ്രേഷൻ്റെ ആ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമാണ് ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടിയിൽ ഉള്ള ഒരു ടി വേരിയബിളായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനെ എസ്സിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് f be a function defined for t greater than or equal to 0, then the integral L of f of t is equal to integral 0 to infinity e raised to minus st f of t dt is said to be the Laplace transform of f provided the integral converges. നോക്കി ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ് അല്ലേ. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഇതാ ഇങ്ങനെ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ 0 to infinity എന്നുള്ളൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാറാണ് പതിവ്. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 to b kst f of t dt എന്ന് എഴുതാറാണ് പതിവ്. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നുള്ള ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രേഷൻ്റെ ടേംസിലാണ്. ഇൻ്റഗ്രൽ 0 to infinity f of t ആണ് ഗിവൺ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു ഓൾജിബ്രൈക്ക് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഡെഫിനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏത് ഫംഗ്ഷനാണ് എങ്കിലും അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം L എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എഴുതുക. അതാ സ്ക്രിപ്റ്റ് ലെറ്റർ L ആണ് യൂസ് ചെയ്യുക ലാപ്ലാസ് ട്രാൻസ്ഫോമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫംഗ്ഷൻ f of t ആണ് എങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt എന്നാണ്. ഓക്കെ, അപ്പോൾ f of t ആണ് നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എങ്കിൽ നമ്മൾ L of f of t എന്നാണ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുള്ള കൺവേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എസ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ജനറലി റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ f of s എന്നാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഫംഗ്ഷൻ എസ്സിലായിരിക്കും. അതിനുള്ള റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ f of s എന്നാണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് f of t ആണ് ഗിവൺ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് L of f of t എന്നും അല്ലെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ f of s എന്നുമുള്ള 2 ടൈപ്പ് നൊട്ടേഷനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ഫസ്റ്റ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 0 ആണ്. f of t = 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡെഫിനേഷനിൽ f of tയുടെ പ്ലേസിൽ 0 കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ L of 0 = ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt എന്നാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ട് അതിൽ പ്രോബ്ലം ചെയ്യാട്ടോ. ഇൻ്റഗ്രൽ 0 to infinity e raised to minus st
എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ 0 കൊടുക്കുക, 0 dt. That is integral 0 to infinity 0 dt. That is equal to 0 എന്നാണ് കിട്ടുക. 0ന്റെ ഇൻ്റഗ്രേഷൻ 0 തന്നെയല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ എഫ് ഓഫ് ടി 0 ആണ് എങ്കിൽ അല്ലെങ്കിൽ 0ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 0 തന്നെയാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. 1 ആണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു ഡെഫിനേഷനിൽ അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി, എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ 1 കൊടുക്കുക, ഡി ടി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി, 1 ആണ് ബാക്കിയുള്ളത്, ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇത് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ് അല്ലേ. അപ്പർ ലിമിറ്റിൽ ഇൻഫിനിറ്റി വരുന്നുണ്ട്. ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞതാണ്. ഇതിൻ്റെ ഡെഫിനീഷൻ, ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനീഷൻ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നാണ്. അതായത് ആദ്യം ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ചെയ്യുക, എന്നിട്ട് അതിന് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമ്മൾ എസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വ്യൂ ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് വരും വിത്തിൻ ദ ലിമിറ്റ് 0 ടു ബി. അപ്പോൾ ദാറ്റ് ഈസ് 1 ബൈ മൈനസ് എസ് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, പിന്നെ ബിയും 0യും ലിമിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എസ് ബി, ടിക്കാണ് കേട്ടോ ലിമിറ്റ് കൊടുക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തത്. അപ്പോൾ ടിക്കാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ബി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ബി മൈനസ് ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 1 ബൈ മൈനസ് എസ്, അത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈനസ് 1 ബൈ എസ് ഇൻറ്റു, ഇനി ബിക്ക് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം വരുന്നത് ഇ റേസ് ടു മൈനസ് എസ് ബി ആണ്. ഇ റേസ് ടു മൈനസ് എസ് ബിനെ നമുക്ക് 1 ബൈ ഇ റേസ് ടു എസ് ബി എന്ന് എഴുതാം. 1 ബൈ ഇ റേസ് ടു എസ് ബി എന്ന് എഴുതാം, ഇ റേസ് ടു മൈനസ് എസ് ബിനെ അല്ലേ. അപ്പോൾ അതിൽ ബി ഇൻഫിനിറ്റി പോകുമ്പോൾ 1 ബൈ ഇ റേസ് ടു എസ് ബിയിൽ ഡിനോമിനേറ്ററിലാണ് ഇൻഫിനിറ്റി വരുന്നത്. ഇ റേസ് ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ആണ് വരിക. ദാറ്റ് ഈസ് 1 ബൈ ഇൻഫിനിറ്റി. 1 ബൈ ഇൻഫിനിറ്റി ആയതുകൊണ്ട് അവിടെ 0 ആണ് വാല്യൂ വരിക. മൈനസ് അടുത്ത ടൈമിൽ ബി ഇല്ല, അതുകൊണ്ട് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇ റേസ് ടു 0 ആണ് അത് മാത്രമേ ഉള്ളൂ. ഇ റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടുന്നത് മൈനസ് 1 ഇവിടെ ഉണ്ട്, മൈനസ് 1 ബൈ എസ് ഉണ്ട്, 1 ബൈ എസ്. 1 ബൈ എസ് എന്നാണ് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കിട്ടുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 ബൈ എസ് എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ നേരെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ബി ഈക്വൽ ടു 0 എന്നുള്ള റീസൺ എഴുതാം കേട്ടോ. ഇത് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ ഇ റേസ് ടു എസ് ബി എന്ന് വരും. ദറ്റ് ഈസ് 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. ദറ്റ് ഈസ് 1 ബൈ ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 0. അതാണ് അതിൻ്റെ റീസൺ വരിക. അപ്പോൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഈ റീസൺ ഈ സ്റ്റെപ്പിന് നേരെ എഴുതുക. ഓക്കെ, അടുത്തത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് പ്രോബ്ലം, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ടി ഡി ടി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ് വരുന്നത്. അപ്പോൾ ഇതും ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ ഡെഫിനേഷനിലേക്ക് മാറ്റി എഴുതുക. ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ടി ഇ റേസ് ടു മൈനസ് എസ് ടി ചെയ്യണമെങ്കിൽ, ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം ഇൻ്റഗ്രേഷൻ ചെയ്യുക, അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ടിയും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഇ റേസ് ടു മൈനസ് എസ് ടി എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് വിത്തിൻ ദ ലിമിറ്റ് 0 ടു ബി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ബി ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. രീതിയിൽ ചെയ്യാം. ഇനി ഇതിൽ
ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദ്യം ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് വിത്തിൻ ദ ലിമിറ്റ് 0 ടു ബി. ഇത് മാത്രം ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് -1/s കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട്സൈഡ് എടുക്കുക. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ ബി എന്നുള്ള ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഉള്ളിടത്തെല്ലാം ബി കൊടുക്കുക. അപ്പർ ലിമിറ്റ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി ഇ റേസ് ടു മൈനസ് എസ് ബി മൈനസ് 0 കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് 0 ആയി പോവും. സെക്കൻഡ് ടൈം കംപ്ലീറ്റ് 0 ആയി പോവും. അപ്പോൾ -1/s ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി ഇ റേസ് ടു മൈനസ് എസ് ബിനെ നമുക്ക് ബി ബൈ ഇ റേസ് ടു എസ് ബി എന്ന് എഴുതാം അല്ലേ. ബി ബൈ ഇ റേസ് ടു എസ് ബി. അപ്പോൾ -1/s ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി ബൈ ഇ റേസ് ടു ബി. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററിലും ഇൻഫിനിറ്റി, ഇവിടെ ഇ റേസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇത് മുകളിലും താഴെയും ഇൻഫിനിറ്റിയാണ് വരുന്നത്. അപ്പോൾ അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണെങ്കിൽ ആ ലിമിറ്റ് എങ്ങനെ ഇവാല്യൂറ്റ് ചെയ്യുക? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഡിനോമിനേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഒന്നുകൂടെ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ബി ആണ് കേട്ടോ വേരിയബിൾ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നമുക്കിവിടെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബിക്കാണല്ലോ ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ബിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1, ഇ റേസ് ടു എസ് ബിയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഇ റേസ് ടു എസ് ബി ഇൻറ്റു എസ്. അപ്പോൾ 1/s ഇൻറ്റു ഇ റേസ് ടു എസ് ബി വരും. അപ്പോൾ എൽ ഹോസ്പിറ്റൽസുള്ള ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തു. ഇനി വീണ്ടും ലിമിറ്റ് ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 1/s ഇൻറ്റു ഇ റേസ് ടു ഇൻഫിനിറ്റി, ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ 1/s ഇൻറ്റു ഇ റേസ് ടു ഇൻഫിനിറ്റി ആണ് വരിക. ഇ റേസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അത് 1/∞ വരും. അത് കംപ്ലീറ്റ് 0 ആയി പോവും. അപ്പോൾ ഈ ലിമിറ്റ് ഈ ഫസ്റ്റ് ടേമിൻ്റെ ലിമിറ്റ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചെയ്തു പോവാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്ത് നോക്കിയത്. അതിൻ്റെ വാല്യൂ 0 ആണ് എന്ന് കിട്ടും. ഓക്കെ, ദിസ് ലിമിറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ലിമിറ്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ രണ്ടാമത്തെ ലിമിറ്റ് വരുന്നത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടുത്തെ ടേം ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഡി ടി എന്നായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ലിമിറ്റ് ഈ -1/s എന്നുള്ളത് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം കേട്ടോ. -1/s എന്നുള്ളത് ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി ഉണ്ടാവുക ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s ഫോർ s ഗ്രേറ്റർ ദാൻ 0. അത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഭാഗം യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അങ്ങനെ ചെയ്യണം എന്നില്ല, അങ്ങനെ ചെയ്യുന്നത് നിർബന്ധമില്ല. ഈ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ലിമിറ്റ് ആദ്യം ചെയ്ത് നോക്കുക. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഡി ടി ആണ്. അപ്പോൾ ഇതിനൊന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ് ദാറ്റ് ഈസ് എസ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ അങ്ങനെയാണ് വരിക. ഇനി ആ ലിമിറ്റ് വാല്യുവേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 0 ടു ബി ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഡി ടി. അപ്പോൾ 1/s സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ മതി. ബാക്കിയുള്ളത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി വിത്തിൻ ദ ലിമിറ്റ് 0 ടു ബി എന്നാണ് കിട്ടുക. അതായത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇ റേസ് ടു മൈനസ് എസ് ബി മൈനസ് ഇ റേസ് ടു 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യത്തത് ഇതാ ഈ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ പാർട്ട് ബിയിൽ ചെയ്ത പോലെ ഒരു 1/s സ്ക്വയർ ഔട്ട്സൈഡ് ഉണ്ടാവും. പിന്നെ ഇതാ ഈ 1/s സ്ക്വയർ ഔട്ട്സൈഡ് ഉണ്ടാവും. ഇവിടെ ഇതിന് പകരം 1/s സ്ക്വയർ ആയിരിക്കും. പിന്നെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ബി മൈനസ് ഇ റേസ് ടു 0 എന്നായിരിക്കും. ഈ ടേം 0 ആയി പോവും. ഈ ടേം 1 ആയിട്ട് നിൽക്കും. അപ്പോൾ ബാക്കി നമുക്ക് 1/s സ്ക്വയർ ആണ് ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ടേമിൻ്റെ കംപ്ലീറ്റ് 0 ആയി പോയി. രണ്ടാമത്തെ ടേമിൻ്റെ
ഒരു -1/s പുറത്തുണ്ടാവും. ഇവരിത് പഴയ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ ടൈമിൽ നമുക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡയറക്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1/s² ഉണ്ടാവും. അപ്പോൾ 0 - 1